ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 3-ലെ മൊഡ്യൂൾ 3-ലെ യൂണിറ്റ് 3 ആണ് മോഡേൺ പീരീഡ്. ഇതിന് മുൻപുള്ള 2 യൂണിറ്റ്സ് നമ്മൾ നോക്കി. ഇനി മോഡേൺ പീരീഡിനെ കുറിച്ചാണ്. മോഡേൺ പീരീഡിൻ്റെ ഡിസ്കഷൻ സെക്ഷൻ വായിച്ചു നോക്കുക ജസ്റ്റ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏജ് തൊട്ടാണ് പഠിക്കേണ്ടത്. ഒരുപാട് ഫീച്ചേഴ്സിനെ കുറിച്ചുകൂടെ, അതായത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ ഏജ്, ഇത് പഠിക്കണം. നമുക്ക് 7 എണ്ണമാണ് വരുന്നത്. ഇത് ഫസ്റ്റ് വൺ എന്താ, സ്ട്രോങ് ആൻഡ് ഇൻറ്റൻഷണൽ ബ്രേക്ക് ഫ്രം ട്രഡീഷണൽ, അതായത് പാരമ്പര്യത്തിൽ നിന്നും ശക്തമായിട്ടുള്ള, അതുപോലെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം, ബ്രേക്ക്. അതിനൊരു ബ്രേക്കാണ് അവിടെ സംഭവിക്കുന്നത്. രണ്ടാമത് എന്താ, എ ന്യൂ എംഫസസിസ് ഓൺ സബ്ജക്റ്റിവിറ്റി. കൂടുതൽ പ്രാധാന്യം എന്തിനു കൊടുത്തു, സബ്ജക്റ്റിവിറ്റിക്ക് കൊടുത്തു. അതായത് ഓരോ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവരുടെ മാനസികമായിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിവിറ്റി കൂടുതൽ പ്രാധാന്യം വന്നു എവിടെ, മോഡേൺ പീരീഡിൽ. അത് മോഡേൺ പീരീഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. അടുത്തതോ, റിജക്ഷൻ ഓഫ് ഒബ്ജക്റ്റിവിറ്റി. നമുക്കറിയാം, സബ്ജക്റ്റിവിറ്റിക്ക് പ്രാധാന്യം കൊടുത്താൽ അവിടെ എന്തിന് റിജക്റ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും ഒബ്ജക്റ്റിവിറ്റീനെ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ, ബ്ലറിങ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ റേണേഴ്സ്. അതായത് ഓരോ റേണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ശാഖകൾ. നമുക്കറിയാം ഒരുപാട് ശാഖകളുണ്ട് അല്ലേ, നോവല്, ഡ്രാമ, അതൊക്കെ ലിറ്ററേച്ചറിൻ്റെ എന്താണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള റേണേഴ്സാണ്, അതായത് ശാഖകളാണ്. ആ ശാഖകൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാണ്ടായി. അതായത് ഇന്നത് മാത്രമേ പാടുള്ളൂ, നോവലിന് ഇങ്ങനെ വേണം, ഇപ്പോൾ പോയാണെങ്കിൽ ഇങ്ങനെ, ആ വ്യത്യാസങ്ങൾ ഇല്ലാണ്ടായി ഒരു പരിധിവരെ. പിന്നെയോ ഫ്രാഗ്മെൻറ്റഡ് പീസ്, മൊത്തത്തിൽ പറയാതെ കുഞ്ഞു പീസാവുക മോഡേൺ പീരീഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. പിന്നെയോ റിഫ്ലക്സിവിറ്റി, അതൊരു പ്രത്യേകതയാണ്. എക്സ്പെരിമെൻറ്റേഷൻ, കൂടുതലും എക്സ്പെരിമെൻ്റ് ചെയ്യലൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കീ ഓതേഴ്സ്. ആ കാലഘട്ടത്തിലെ ഓതേഴ്സ് ആരാണ്, ലിറ്റററി ഡിവൈസസ് എന്താണ്, അതുപോലെ തന്നെ റേണേഴ്സ് എന്താണ്, നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, the literary runner that effectively carried the mark of these different features was the novel. ഏറ്റവും കൂടുതലുണ്ടായിരുന്ന സമയത്ത് നോവലാണ്. Then poetry and a dominant literary form during this age period also the rebirth of drama. അപ്പോൾ ഈ ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നോവൽ വരുന്നു, ദെൻ എന്ത് വരുന്നു, ഇറ്റ് സർപ്രാസ് ദ പോയട്രി. അത്ര കാലം പോയട്രിക്കായിരുന്നു പ്രാധാന്യം, പക്ഷേ മോഡേൺ പീരീഡ് വന്നപ്പോൾ കൂടുതൽ നോവൽ വന്നു. പിന്നെ വീണ്ടും എന്ത് വരുന്നു, ഡ്രാമയുടെ റീബർത്ത് വരുന്നു. അപ്പോൾ ആ ഒരു കുറച്ച് ലൈൻസ് വായിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കിയാൽ, മോഡേണിസം ഓൾസോ ലേ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ വേരിയസ് ആർട്ട് മൂവ്മെൻറ്റ്സ്. ഒരുപാട് ആർട്ട് മൂവ്മെൻറ്റ്സും ഈ ഒരു മോഡേൺ പീരീഡിൽ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഫസ്റ്റ് വൺ എന്താണ്, ഇംപ്രഷനിസം. കണ്ടോ, ഇംപ്രഷനിസം പഠിക്കണം. എന്താ ഇംപ്രഷനിസം? ഇംപ്രഷനിസം ഈസ് എൻ ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ദാറ്റ് യൂസസ് പെർസെപ്ഷൻ ഓർ വ്യൂ പോയിൻറ്റ്, കാഴ്ചപ്പാട് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അടിത്തറയാണെന്ന് പറഞ്ഞതാണ് ഇംപ്രഷനിസം. ഇത് പഠിക്കണം. ദെൻ അടുത്ത മൂവ്മെൻ്റ് ഏതാണ്, സിംബോളിസം വരുന്നുണ്ട് മോഡേൺ പീരീഡിൽ. ദെൻ ഇമാജിസ് എന്താണെന്ന് പഠിക്കണം. ദെൻ സ്ട്രീം ഓഫ് കോൺഷ്യസ് പഠിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വന്ന എന്താണ് മൂവ്മെൻറ്റുകളാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, എക്സ്പീരിയൻസ് ഓഫ് റിയാലിറ്റി വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ട്രീം ഓഫ് കോൺഷ്യസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പാരഗ്രാഫുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നോവലിസ്റ്റുകൾ ആരാണ് ഈ സമയത്ത്, ഹെൻറി ജെയിംസ് വരുന്നുണ്ട്. ഈ ഒരു മോഡേൺ പീരീഡിലെ ഫേമസ് നോവലിസ്റ്റ് ഹെൻറി ജെയിംസ് വരുന്നുണ്ട്. ഹെൻറി ജെയിംസിൻ്റെ അദ്ദേഹം യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളുണ്ട്. ഹിസ് യൂസസ് ടെക്നിക്സ് ദാറ്റ് കൺവേ ദ ഇൻറ്റേർണൽ ലൈഫ് ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ്. ഹെൻറി ജെയിംസ് കൂടുതലും ഓരോ കഥാപാത്രത്തിൻ്റെയും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, സൈക്കിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക ഇൻറ്റേർണൽ ലൈഫിലൊക്കെയാണ് ഉണ്ടായിരുന്നത് നോവലുകളിലൊക്കെ ഹെൻറി ജെയിംസിൻ്റെ കേട്ടോ. അദ്ദേഹത്തിൻ്റെ തീമുകൾ ഏതൊക്കെയായിരുന്നു, ഹൈ സൊസൈറ്റി, സെക്ഷൽ എക്സ്പ്രഷൻ, ക്ലാസ്, ഇൻഡിവിജ്വലൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പഠിക്കുക. ദെൻ അടുത്ത് വരുന്നതാണ് ജോസഫ് കോൺറാഡ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുക, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഏതൊക്കെയാണെന്ന്. ദെൻ DH ലോറൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന നോവലിസ്റ്റ് ആരാണ്, ജെയിംസ് ജോയ്സി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെയിംസ് ജോയ്സിയുടെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറ്റൊരു പ്രൊമിനൻറ്റ് നോവലിസ്റ്റ് ഈ പീരീഡിൽ ആരാണ്, വിർജീനിയ വുൾഫ്. അവരെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ബ്ലൂംസ്ബറി ഗ്രൂപ്പ് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. ദെൻ EM ഫ്രോസ്റ്ററിനെ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കുക. പിന്നെ മറ്റ് വരുന്ന ആരൊക്കെയാണ് നോവലിസ്റ്റ്,
ഡൊറോത്തി റിച്ചാർഡ്സ്റ്റൺ, വിൻഡാം ലേവീസ്, ഇവിൻ കോംപ്റ്റൺ, ബെർണഡ് കാത്ലി. അപ്പോൾ ഒന്നും വിട്ട് കളയാനില്ല. ഇവരെ കുറിച്ചൊക്കെ പേരുകളും കുറച്ച് അവരുടെ കാര്യങ്ങളും പഠിച്ചു വയ്ക്കാം. പിന്നെ പോയിറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നോവൽ കഴിഞ്ഞു. അടുത്തത് ഈ ഒരു മോഡേൺ പീരീഡിലെ പോയിറ്റ്സ് ആണ്. മോഡേൺ പോയിറ്റ്സ് ഫെൽറ്റ് ദ നീഡ് ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ ലാംഗ്വേജ്. മോഡേൺ പുതിയ ആ കാലഘട്ടത്തിലെ കവികൾക്ക് തോന്നി കവിതയ്ക്ക് വേണ്ടി പുതിയ ലാംഗ്വേജ് ഉണ്ടാക്കണം, സ്ട്രക്ചർ ഉണ്ടാക്കണം. ഫർദറാണ് ദാറ്റ് പോർട്രേ ചേഞ്ച്ഡ് എലമെൻറ്റ്സ് ഓഫ് ദെയർ ലൈഫ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാൻ ജീവിതത്തിലെ എന്നുള്ള രീതിയിൽ. Naturally, this meant that there was no uniform language in the poetry of 20th century. We find different lines of poetic work across the ages. നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. റൊമാൻറ്റിക് അല്ല, മോഡേൺ പോയിറ്റ്സ്. ഫസ്റ്റ് വരുന്നത് ആരാണ്? റോബർട്ട് ബ്രിഡ്ജസ് ആണ്. അദ്ദേഹം വിക്ടോറിയൻ പീരീഡും മോഡേൺ പീരീഡും കണ്ടൊരു, അതായത് വിക്ടോറിയൻ പീരീഡിൽ തുടങ്ങി പിന്നെ മോഡേൺ പീരീഡിൽ എത്തി നിന്നൊരു പോയിറ്റാണ്, ട്രാൻസിഷണൽ പോയിറ്റാണ് കേട്ടോ റോബർട്ട് ബ്രിഡ്ജസ്. ഇതിലൊരുപാട് മെട്രിക്കലായിട്ടുള്ള കവിതയിൽ ഇന്നോവേഷൻസ്, മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളുകൾ ആണ്. എന്തൊക്കെയാണ്? ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് നേച്ചർ ഉണ്ടായിരുന്നു, വേൾഡ് ഓഫ് ക്ലാസിക്സ്, ലിറിസിസം ഇൻക്ലൂഡിങ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഏതൊക്കെയാണ്? ടെസ്റ്റമെൻറ്റ് ഓഫ് ബ്യൂട്ടി, പാസർ ബൈ, ലണ്ടൻ സ്നോ, ഡൗൺസ്, ദ ഗ്രോത്ത് ലവ്. അതൊക്കെ 2-3 പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ അടുത്തത് ആരാണ്? ജെറാൾഡ് മാൻലി ഹോപ്കിൻസ്, GM ഹോപ്കിൻസ് ആണ് അടുത്ത പോയിറ്റ്. പഠിക്കുക, അയാളെക്കുറിച്ച് പഠിക്കുക. ദെൻ അവിടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അലോങ് സൈഡ് ദീസ് നെയിംസ് ദർ എമേർജ്ഡ് സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ്. പിന്നെ കവികൾ മാത്രമല്ല, ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് വരാൻ തുടങ്ങി. ജോർജിയൻ പോയിറ്റ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് പോയിറ്റ്സ്. അത് ഏതാണെന്ന് നോക്കുക. ദ ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് ജോർജിയൻ പോയിറ്റ്സ് ആരുടെ കീഴിലായിരുന്നു? റീഗെയിൻ, അതായത് ഭരണത്തിൽ വന്നപ്പോൾ ജോർജ് 5th വന്നപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ ജോർജിയൻ പോയിറ്റ്സ്. കാലഘട്ടം 1911 to 1936 ആയിരുന്നു. ദേ ഡിഡ് നോട്ട് റെസ്പോണ്ട് ടു എനി കണ്ടംപററി ഇഷ്യൂസ്. അവരുടെ പ്രത്യേകത സമകാലികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോടും അവർ പ്രതികരിച്ചിരുന്നില്ല അവരുടെ എഴുത്തുകളിലൂടെ. ആ പോയിറ്റ്സ് ആരൊക്കെയായിരുന്നു? ജോർജിയൻ പോയിറ്റ്സ് ആരൊക്കെയായിരുന്നു? വോൾട്ടർ ഡി ലാ മേർ, ജോൺ മെയ്സ്ഫീൽഡ്, അവരൊക്കെ കേട്ടോ. അവർ എന്തിനെ കുറിച്ച് എഴുതിയത്? നേച്ചറിനെ കുറിച്ച് കവിത എഴുതി, ആനിമൽസ്, ലൈഫ്, അല്ലാതെ സമകാലിക പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവർ എഴുതിയില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് പോയിറ്റ് ഈ മോഡേൺ പീരീഡിൽ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഫ്രഞ്ച് പോയിറ്റ്സ് ആയിരുന്നു. അവർ കുറച്ചും കൂടി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അവർ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എഴുതി. അവർ എന്തിൻ്റെ പോയിറ്റ്സ് ആയിരുന്നു? പോയിറ്റ്സ് ഓഫ് വാർ, റിലേറ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ്, ഇതിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഹൊറേഴ്സ് ഓഫ് ദ വാറിനെ കുറിച്ച് പറഞ്ഞു. ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇഷ്യൂസ്, പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതി. ആരൊക്കെയായിരുന്നു അവർ? ഫ്രഞ്ച് പോയിറ്റ്സ് സിഗ്ഫ്രൈഡ് റസൂൺ, വിൽഫ്രഡ് ഓവൻ, ഇവരൊക്കെ പ്രോമിനൻ്റ് ആയിരുന്നു. പിന്നെ വന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിറ്റ് ആ കാലഘട്ടത്തിൽ വില്യം ബട്ട്ലർ യീറ്റ്സ് ആയിരുന്നു. WB യീറ്റ്സ്, ഐറിഷ് പോയിറ്റ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളും യീറ്റ്സിൻ്റെ കാര്യങ്ങളും നോക്കുക. പിന്നെ വേറൊരു ഫേമസ് ആയിട്ടുള്ള ഫ്യൂ പോയിറ്റ്സ് ക്യാരക്ടറൈസ്ഡ്, ആ പേര് പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയിറ്റാണ് മോഡേൺ പീരീഡിലെ TS എലിയറ്റ്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, നോക്കുക കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകൾ TS എലിയറ്റിൻ്റെ ഏതൊക്കെയാണ്? ലവ് സോങ് ഓഫ് J. ആൽഫ്രഡ് പ്രൂഫോഫ്, ഹോളോമാൻ, ദ 4 ക്വാൻഡസ്. അത് 4 ഏതൊക്കെയാണ്? ബേൺഡ് നോർത്തൺ, ഈസ്റ്റ് കോക്കർ, ഡ്രൈ സാൽവേജസ്, ലിറ്റിൽ ഗിഡി. പിന്നെ വേസ്റ്റ്ലാൻഡ് വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ആരുടെ? TS എലിയറ്റിന്. 1922 ദാറ്റ് മാർക്ക് ദ പീക്ക് ഓഫ് മോഡേണിസം. മോഡേണിസത്തിൻ്റെ പീക്ക് ലെവൽ കാണിച്ചതാണ് ആ വർക്ക്. 1930s വന്ന ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് ആരൊക്കെയാണ്? ലെഫ്റ്റ് വിങ് ബിലീഫ് ചെയ്യുന്നവരാണ്. അവിടെ പൈലൻ പോയിറ്റ്സ് എന്നറിയപ്പെട്ടു. അവർ ഇൻഡസ്ട്രിയൽ ആൻഡ് മോഡേൺ ഇമാജറി അവരെ കവിതകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിലെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് WH ഓഡൻ. പേര് കേട്ടിട്ടുണ്ടാവും. WH ഓഡനെ കുറിച്ച് പഠിക്കുക. ദെൻ പോയട്രി ഓഫ് സ്റ്റീഫൻ സ്പെൻഡർ മറ്റൊരാളാണ്. ദെൻ പിന്നെ വന്ന മറ്റ് പൈലൻ പോയിറ്റ്സ് ആരൊക്കെയാണ്? ലൂയിസ് മാഗ്നീസ്, ജോൺ ബെറ്റ്നി, അവരൊക്കെ കേട്ടോ. മറ്റ് ഒരു സിഗ്നിഫിക്കൻറ്റ് പോയിറ്റ് ഓഫ് ദ ഏജ് ആരാണ്? എഡിത്ത് സിറ്റ്വെൽ ആണ്. പഠിക്കുക. സിംബോളിസം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് നോക്കാം. പിന്നെ അടുത്തത് 1940s വരുന്നത് വെൽഷ് പോയിറ്റ് ആയിട്ടുള്ള ഡിലൻ തോമസ് ആണ്. അദ്ദേഹം മോഡേൺ പോയട്രിയുടെ ഒരാൾ തന്നെയാണ്. ദെൻ 1950s ആയപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് പോയട്രി എന്ന് പറഞ്ഞൊരു വിഭാഗം ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് വന്നു. അവരുടെ പ്രത്യേകത എന്താ? ദേ റിജക്റ്റഡ് ദ ലിറ്റററി കസ്റ്റംസ് ഓഫ് ദ ടൈം. അത്ര നാളുണ്ടായിരുന്ന സാഹിത്യപരമായിട്ടുള്ള ആചാരങ്ങൾ അവർ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു എന്ന് പറയാം, മാറ്റി നിർത്തി. അവരെന്താണ് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്ത് വരച്ച് കാണിച്ചത്? പെയിൻ, വേദന, അതുപോലെ തന്നെ സഫറിങ്സ്, ബുദ്ധിമുട്ട്, ആങ്കർ, ദേഷ്യം, ഫ്രസ്ട്രേഷൻ ഓഫ് ആരുടെ? കോമൺ, സാധാരണക്കാരുടെയാണ് ഇൻ ദെയർ വർക്ക്സ്.
അവരുടെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ്സിൻ്റെ അല്ലായിരുന്നു, മിഡിൽ ക്ലാസ്സസ് ഓഫ് ദ സൊസൈറ്റി ആയിരുന്നു. ഈ മൂവ്മെൻറ്റ് പോയറ്റ്സിൽ ഫേമസ് ആയിട്ടുള്ള പോയറ്റ്സ് ആരൊക്കെയായിരുന്നു? റോബർട്ട് കോൺക്വസ്റ്റ്, ഫിലിപ്പ് ലാർക്കിൻ, തോമസ് ഗൺ, എലിസബത്ത് ജെന്നിങ്സ്, ജോർജ് മാക്ബർത്ത്, അവരൊക്കെ കേട്ടോ. പിന്നെയും കുറച്ച് പേരൊക്കെ കൂടിയിട്ടുണ്ട്. മോസ്റ്റ് പ്രൊമിനൻറ്റ് റൈറ്റർ ഈ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റൊരാളാരായിരുന്നു? ഫിലിപ്പ് ലാർക്കിൻ, മൂവ്മെൻറ്റ് പോയട്രി കേട്ടോ. ഫിലിപ്പ് ലാർക്കിനെ കുറിച്ച് പഠിക്കുക. ടെഡ് ഹ്യൂഗ്സ്, അടുത്തത് ടെഡ് ഹ്യൂഗ്സിനെ കുറിച്ച് പഠിക്കുക. ദെൻ ടെഡ് ഹ്യൂഗ്സിൻ്റെ വർക്ക്സുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബെർണാഡ് ഷോനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ജോർജ് ബെർണാഡ് ഷോ, അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നുണ്ട്. വൈൽ പോയട്രി ടു സ്പെസിഫിക് ഡയറക്ഷൻ. പിന്നെ നമ്മൾ അപ്പോൾ അവിടെ പോയട്രി കഴിഞ്ഞു, ടെഡ് ഹ്യൂഗ്സോട് കൂടി മോഡേൺ പോയട്രി ഒരു കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രാമേനെ കുറിച്ചാണ് പറഞ്ഞത്. മോഡേൺ ഡ്രാമ പുതിയ പ്രത്യേകതകളുമായിട്ട് വന്നപ്പോൾ ഫസ്റ്റ് മോഡേൺ ഡ്രാമയിൽ വരുന്ന ആരാണ്? ജോർജ് ബെർണാഡ് ഷോ. അദ്ദേഹത്തെക്കുറിച്ച് നോക്കുക. ബെർണാഡ് ഷോയുടെ വർക്കുകൾ പിന്നത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, അത് കുറച്ച് പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? വിൻഡോവേഴ്സ് ഹൗസ്, മിസ്സിസ് വാരൻസ് പ്രൊഫഷൻ, ആംസ് ആൻഡ് മാൻ, സീസർ ആൻഡ് ക്ലിയോപാട്ര, മേജർ ബാർബറ, പിഗ്മാലിയൻ, കുറച്ച് പേരുകൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരു റിയലിസമൊക്കെ അവർ കാണിച്ചിട്ടുള്ള വർക്കുകൾ തന്നെയായിരുന്നു. പിന്നെ സിഞ്ച്, പിന്നെ മറ്റൊരു ഫേമസ് ആയ ആളാണ് ജെ.എം. സിഞ്ച്. സിഞ്ചിൻ്റെ വർക്കുകൾ പഠിക്കുക. ബെർട്ടോൾ ബ്രച്ച്, അത് എപ്പിക് തിയേറ്ററിൻ്റെ ആളാണ് ബെർട്ടോൾ ബ്രച്ച്, അത് പഠിക്കണം. അത് മോഡേൺ തിയേറ്ററിൽ തന്നെ വരുന്നതാണ്. ദെൻ മാർക്കിസം ഓൺ എപ്പിക് തിയേറ്റർ വരുന്നുണ്ട്. മോഡേൺ ഇറ ഓൾസോ റൈസ് ഓഫ് എന്തിൻ്റെ റൈസ് വരുന്നു? റൈസ് ഓഫ് അവൻറ്റേഗാർഡെ തിയേറ്റർ. അവൻറ്റേഗാർഡെ തിയേറ്റർ വരുന്നുണ്ട്. എന്താ അവൻറ്റേഗാർഡെ തിയേറ്ററിൻ്റെ പ്രത്യേകത? പ്രൊഡ്യൂസ്ഡ് എക്സ്പെരിമെൻ്റൽ ഡ്രാമകളാണ് അവരുണ്ടാക്കിയത്. എക്സ്പീരിയൻ്റ് എന്ന ഡ്രാമകൾ ദാറ്റ് ഒപ്പോസ് മെയിൻ സ്ട്രീം കൾച്ചറൽ വാല്യൂകൾ കൊണ്ടുവന്നു. ആൻഡ് റിജക്റ്റഡ് ദ ട്രഡീഷണൽ ആസ്തറ്റിക്സ് ഓഫ് ദ സ്റ്റേജ്. അവൻറ്റേഗാർഡെ അതിൽ വരുന്ന ഒരാളാണ് സാമുവൽ ബക്കറ്റ് കേട്ടോ. സാമുവൽ ബക്കറ്റിനെ കുറിച്ചിട്ട് സാമുവൽ ബക്കറ്റിൻ്റെ വർക്കുകൾ വരുന്ന വെയിറ്റിംഗ് ഫോർ ഗോദോ, അതൊക്കെ കേട്ടോ. പിന്നെ വരുന്ന മറ്റൊരു പേരാണ്, ഒരു ലീഡിങ് നെയിം ഈ ഒരു എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് യുജീൻ അയണസ്കോ. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കണം. ദെൻ ഹെറോൾഡ് പിഞ്ചർ, വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് ഡെമാസ്റ്റിസ് ഓഫ് ഹിസ് ടൈം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ച് പഠിക്കുക. ദെൻ മാർട്ടിൻ എസ്ലി. ദെൻ വെയിറ്റിംഗ് ഫോർ ദ ഗോദോ ബൈ സാമുവൽ ബക്കറ്റിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രാമയാണ്. ജീവിതത്തിൻ്റെ ഒരു മീനിങ്ലെസ്സിനെ കുറിച്ചിട്ട് പറയുന്നത്, അതായത് ഒരു അർത്ഥമുള്ളതൊന്നല്ല ജീവിതം, കാട്ടുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളാണ്, മീനിങ്ലെസ്നെസ് ആണ് എന്ന് കാണിക്കുന്ന ഇതാണ് വെയിറ്റിംഗ് ഫോർ ദ ഗോദോ. അപ്പോൾ അത് നോക്കുക കേട്ടോ. അതൊക്കെയാണ്. ദെൻ മോഡേൺ ഇറ പ്രോസ് ലിറ്ററേച്ചർ ആൻഡ് എസ്സേസ് കോൺട്രിബ്യൂട്ടഡ് ടു എൻജോയ് പോപ്പുലാരിറ്റി എന്ന് പറയാണ്. ജെസ്റ്റർട്ടനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എസ്സേ ക്രിറ്റിക് എസ്സേയിസ്റ്റ് ഓഫ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് സൊസൈറ്റി, അത് നോക്കുക. ദെൻ ബ്ലൂംസ്ബറി ഗ്രൂപ്പിലെ ഒരാളാണ് ആര്? ലിറ്റൻ സ്റ്റർജിനെ കുറിച്ച് നോക്കുക. ദെൻ എ മിൽനി ഉണ്ട്. വിർജീനിയ വുൾഫിനെ കുറിച്ചൊക്കെ നമുക്ക് വായിക്കാം. നമുക്ക് റീക്യാപ്പ് നോക്കാം. റീക്യാപ്പിൽ നോക്കുമ്പോൾ വലിയ ഒരു ചാപ്റ്ററാണ് ഇത്. ഇതിൽ പറഞ്ഞ പോയിൻറ്റ്സുകളൊക്കെ നോക്കാം. മോഡേൺ പീരീഡ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ ആദ്യം പഠിക്കുന്ന മോഡേൺ കാലഘട്ടം എത്ര തൊട്ട് എത്ര വരെയാണ്? അപ്പോൾ 1910 തൊട്ട് 1950 വരെ, 1910 തൊട്ട് 1950 വരെ. ഒരുപാട് മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ വരാൻ കാരണം ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ യുദ്ധങ്ങൾ, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് ഹ്യൂജ് ചേഞ്ച് ഉണ്ടായി സാഹിത്യത്തിൻ്റെ സ്റ്റൈലിൽ, തീമിൽ, ഫോമിലൊക്കെ. നോവൽ അറൈസസ് ആസ് ഇമ്പോർട്ടൻറ്റ് റണ്ണർ. അത്ര കാലം പ്രാധാന്യം പോയട്രിക്കാണെങ്കിൽ ഇവിടെ നോവലിന് ഒരു വളരെ പ്രാധാന്യത്തോടു കൂടി നോവലുകൾ വന്നു. റിജക്ഷൻ ഓഫ് ട്രഡീഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഇൻ ദ ഫോം. പരമ്പരാഗതമായ പലതിനും എന്ത് ചെയ്തു? പണ്ട് മുതലുള്ള പണ്ടത്തെ കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് പുതിയ പുതിയ എക്സ്പെരിമെൻറ്റുകൾ ഫോമിൽ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. നോ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് യൂസ് ഓഫ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. മൊത്തമായ രീതി മാറ്റിയിട്ട്, ഒബ്ജക്റ്റിവിറ്റി അത് മാറ്റിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തിപരമായ വീക്ഷണകോണുകൾ വന്നു. ആ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളാണ് ഇംപ്രഷനിസം, അതെന്താണെന്ന് പഠിക്കണം. ഇമാജിസം, സിംബോളിസം, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, ഇതൊക്കെ എന്തിൽ വന്നു? ലിറ്ററേച്ചറിൽ വന്നു. നോവൽസ്, ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെൻ്റൽ നോവൽസ് ആരൊക്കെയാണ്? ജെയിംസിൻ്റെ വരുന്നുണ്ട്, ജോസഫ് കോൺറാഡിൻ്റെ വരുന്നുണ്ട്, ലോറൻസ്, D.H. ലോറൻസ്, ജെയിംസ് ജോയ്സ്, വിർജീനിയ വുൾഫ്, ഈ പേര് ഇതൊക്കെ പഠിക്കണം. പിന്നെ ആ കാലഘട്ടത്തിൽ വന്ന ട്രാൻസിഷണൽ പോയട്രി, അതായത് രണ്ടിൻ്റെയും വിക്ടോറിയൻ പോയട്രിയിൽ നിന്ന് മോഡേൺ പോയട്രിക്ക് കടക്കുന്ന ഒരു സമയം, അതാണ് ട്രാൻസിഷണൽ പോയട്രിയും പോയറ്റ്സും. ആരൊക്കെയാണ്?
ഹോക്കിൻസ് ഉണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്. ജോർജിയൻ പോയിറ്റ്സ് ആരാന്ന് വിളിക്കുക? ഫ്രഞ്ച് പോയിറ്റ്സ് കേട്ടോ. ദെൻ മോഡേണിസ്റ്റ് പോയട്രി ഓഫ് ആരുടെ വരുന്നുണ്ട്? WB യീറ്റ്സിൻ്റെ, TS എലിയറ്റിൻ്റെ. അത് അത്ര കാലം ഉണ്ടായിരുന്ന തീമും സ്റ്റൈലൊക്കെ മാറ്റി അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ ആ കാലഘട്ടത്തിൽ മോഡേൺ ഡ്രാമ വന്നു. അത് ഷേപ്പ് ചെയ്യുന്നത് ആരാണ്? ബെർണാഡ് ഷോ ആണ്. സെൽറ്റിക് റീവൈവൽ വന്നു തിയേറ്ററിൽ സിൻജിൻ്റെ നേതൃത്വത്തിൽ. മോഡേൺ ഡ്രാമ ഡിസ്കസസ് മീനിങ്ലെസ്നെസ് ഓഫ് എക്സിസ്റ്റൻസ്. അതായത് നമ്മുടെ നിലനിൽപ്പ് യാതൊരു അർത്ഥവും ഇല്ല എന്ന് മോഡേൺ ഡ്രാമ പറഞ്ഞു. ആരുടെ വർക്കുകളിലൂടെ? സാമുവൽ ബക്കറ്റിൻ്റെ, യൂജീൻ അയനെസ്കോയുടെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ബാക്കി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ നൽകാം. അപ്പോൾ മോഡേൺ പീരീഡ് കഴിഞ്ഞ അടുത്ത പീരീഡാണ് പോസ്റ്റ് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പീരീഡ്. അപ്പോൾ അതിലെ കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഏജ് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ സെക്ഷനിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഫസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ സെക്ഷനിൽ. ഇവിടെ നോക്കി, ഓൺ ദ വൺ ഹാൻഡ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ പോസസ് മെനി ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഏതൊക്കെയാണ് മോഡേണിസത്തിലുണ്ടായിരുന്നത്? ഇമാജിസം, എബ്സേർഡിസം. പക്ഷേ പോസ്റ്റ് മോഡേൺ എന്താ ചെയ്യുന്നത്? കൊളാപ്സ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ വേരിയസ് മൂവ്മെൻറ്റ്. പല മൂവ്മെൻറ്റുകളും തമ്മിലുള്ള അതിർവരമ്പുകളെ ഇല്ലാതാക്കാനാണ് പോസ്റ്റ് മോഡേണിസം നോക്കിയത് എന്ന് പഠിക്കണം. ദെൻ ബോത്ത് മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം റിജക്റ്റ് ചെയ്തത് എന്താ? സിംഗുലർ ഓർ യൂണിവേഴ്സൽ മീനിങ്. മൊത്തത്തിലുള്ള അർത്ഥത്തെ രണ്ടുപേരും എതിർത്തു എന്ന് പറയാണ്. ദെയർ ഓൺ മീനിങ്. ഓരോ വർക്കിനും സ്വന്തമായിട്ടുള്ള ഒരു അർത്ഥം വായനക്കാരൻ കണ്ടെത്തണമെന്ന് തന്നെയാണ് രണ്ട് ആളുകളും പറഞ്ഞതെന്ന് പഠിക്കുക. ഓവർ എക്സാംപ്ലിഫൈ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോം ഇൻ ഷേപ്പിംഗ് മീനിങ്സ്. പോസ്റ്റ് മോഡേണിസം ഫോമിന്, രൂപത്തിന് കുറച്ചും കൂടെ പ്രാധാന്യം നൽകി അർത്ഥം ഉണ്ടാക്കുന്നതിൽ രൂപത്തിന് ഒരുപാട് പങ്കുണ്ടെന്നവർ പറഞ്ഞു. മോഡേണിസം ലാമെന്റ്സ് ദ ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. പോസ്റ്റ് മോഡേണിസം സെലിബ്രേറ്റ് ദ സെയിം. ഇവിടെ മോഡേണിസം വിഷമിച്ചിരുന്നത് നഷ്ടപ്പെട്ട വിശ്വാസം, അതുപോലെ സാമൂഹിക ഘടനയിലൊക്കെ മോഡേണിസം വിഷമിച്ചിരുന്നുവെങ്കിൽ പോസ്റ്റ് മോഡേണിസം അതിനെ ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്തത്. പോസ്റ്റ് മോഡേണിസം എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ പ്ലൂരാലിറ്റി. വ്യത്യസ്തതകൾക്ക് വേണ്ടി നിലകൊണ്ടു. ഡിസ്കണ്ടിന്യൂറ്റി, അതായത് ഒരു തുടർച്ചയില്ലായ്മയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തു. ഡീസെൻറ്ററിങ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ തീം ആൻഡ് ടെക്നിക്ക്. സോ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഭാഗമൊക്കെ പഠിക്കണം. അടുത്ത പാരഗ്രാഫ് പഠിക്കണം. ഇൻ എഫക്റ്റ്, പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ എക്സ്റ്റൻഷനാണെന്ന് പറയാം മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ എല്ലാ പാരഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഏജ്. സോ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഡിസ്കഷൻ സെക്ഷൻ മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്. കീ ഫീച്ചേഴ്സ് എന്താണ്? ലിബറേഷൻ ഫ്രം അതോറിറ്റി, അധികാരങ്ങളിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം. ഫ്രാഗ്മെൻറ്റേഷൻ, പീസായിട്ട് പഠിക്കുക. എംബ്രൻസ് ഓഫ് റാൻഡംനെസ്, അതായത് പെട്ടെന്നുള്ളൊരു കാര്യത്തിന് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നു. പ്ലേഫുൾനെസ്, ഇൻ്റർടെക്ച്വാലിറ്റി, പാസ്റ്റിറ്റി, മെറ്റാഫിക്ഷൻ, ഓപ്പൺ ടു മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വായിച്ചിട്ട് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. കീ റൈറ്റേഴ്സ് ഓഫ് ഈ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റർ ആരൊക്കെയാണ്? തിയറിസ്റ്റ് ആയിട്ടുള്ള മിഷേൽ ഫോക്കൾട്ട്, ജീൻ ബോഡ്രിയാൽ, ഫെഡറിക് ജെയിംസൺ, ഫ്രാൻസിസ് ലിയോട്ടോട്ട്. ഇവരൊക്കെ പോസ്റ്റ് മോഡേണിസത്തിൽ ഒരുപാട് പങ്കുവഹിച്ച ആളുകളാണ്. ഓക്കെ. ഇൻഫ്ലുവൻസ് ഓഫ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ജോർജ് ലൂയിസ് ബോർഡ്സ്, ഇറ്റാലിയ കാൽവിനോ. അതൊക്കെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നോക്കുക. ബോക്സ് നോക്കുക. ഇവിടെ നോക്കിയ സെർച്ച് ഫോർ പർപ്പസ്, ഫസ്റ്റ് വരുന്ന പാരഗ്രാഫ്. ആൻഡ് സ്റ്റെബിലിറ്റി ഈസ് ഓഫൺ portrayed as meaninglessness or futile, one of the subgenres of the novel that rose to popularity during the time. ഇപ്പോൾ നോവൽ വന്നു. അപ്പോൾ നോവലിൽ അന്ന് വന്ന ഒരു ശാഖയാണ് ഇത് സയൻസ് ഫിക്ഷൻ. ഇറ്റ് എക്സ്പ്ലോർസ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് സ്പേസ്, ഫ്യൂച്ചറിക്സ്, വാർഫെയർസ് ആൻഡ് ഏലിയൻ ലൈഫ്. ഓക്കെ, ഇതിലൊന്നും വിട്ട് കളയാല്ലേ. പേരുകൾ നിങ്ങൾ ഓർത്തുവയ്ക്കുക. പേരുകൾ ജസ്റ്റ് മനസ്സിലാക്കി അവരുടെ കുറച്ച് എല്ലാവരുടെയും പഠിക്കണമെന്നില്ല, കുറച്ച് പേരുകളൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. കണ്ടിന്യൂഷൻ തന്നെയാണ്. ജോർജ് ഓർവെലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗോൾഡിൻ ബർജസ് കഴിഞ്ഞിട്ട് ജോർജ് ഓർവെൽ. ഇവിടെ ജോർജ് ഓർവെലിൻ്റെ വർക്കുകളാണ് ബോക്സിൽ തന്നിട്ടുള്ളത്, നോക്കുക. പിന്നെ
വായിച്ചിട്ട് ഡൗട്ടാണ്. അലൻ സിലിറ്റോ. ഇതൊക്കെ ഓരോ പേര്, കൂടുതൽ ടോപ്പിക്കൊന്നും അല്ല, അതിൽ വരുന്ന റൈറ്റേഴ്സിൻ്റെ പേരുകളാണ്. അപ്പം അത് വായിച്ചിട്ട് ഇവിടെ നോക്കിയത് ദ മൂവ്മെൻറ്റ് പോയറ്റ്സ് ഹാഡ് പുട്ട് ഫോർവേഡ് എ ട്രഡീഷണലിസ്റ്റ് അപ്രോച്ച് ടു പോയട്രി. മൂവ്മെൻറ്റ് പോയറ്റ്സിനെ കുറിച്ച് നമ്മുടെ മോഡേൺ പീരീഡിലെ പോയറ്റ്സാണ് മൂവ്മെൻറ്റ് പോയറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ട്രഡീഷണലിസ്റ്റ് അപ്രോച്ച് കൊടുത്തു എന്തിന്, കവിതയ്ക്ക്. ഇൻ റെസ്പോൺസ് ടു ദി